ഇമോഷണൽ ഡ്രാമ മൂവി. അതിൽ നമ്മളെ ഒരുപാട് എൻഗേജ് ചെയ്യുന്നുണ്ട്. ശക്തമായ ഒരു ഫ്രിക്ഷൻ നമ്മുടെ ഹൃദയത്തിന് അനുഭവപ്പെടും. നമ്മൾ കരയത്തില്ല. എല്ലാവരും പുതിയ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു പടം, പക്ക ഇമോഷണൽ ഡ്രാമ. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉർവശി ചേച്ചിയാണ്. പിന്നെ പാർവതി തിരുവോത്തും നല്ലവണ്ണം വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ കോമ്പോ നല്ലതാണ്, നല്ല കെമിസ്ട്രി. എന്ന് വെച്ചാൽ ഒരു പക്ക ഒരു ഇമോഷണൽ ഡ്രാമ മൂവി. അതിൽ നമ്മളെ ഒരുപാട് എൻഗേജ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സുഷിൻ ശ്യാമിൻ്റെ BGM നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറി പറഞ്ഞു പോകാൻ തന്നെ ഭയങ്കര പാടാണ്. സോ ഒരു സ്ലോ പേസിൽ പോകുന്ന അത്യാവശ്യം എൻഗേജ് ചെയ്യുന്ന നല്ലൊരു ഇമോഷണൽ ഡ്രാമ. ഓക്കെ, മസ്റ്റ് വാച്ച് ആണ്. ഓക്കെ, ഉർവശിയുടെ കംബാക്ക് ആണ്. എന്ന് വെച്ചാൽ പാർവതി തിരുവോത്തിൻ്റെയും കംബാക്ക് ആണ്. കുറേ നാൾക്ക് ശേഷമാണ് നല്ലൊരു ഇമോഷണൽ ഡ്രാമ. ഇമോഷൻസ് പല ലെയേഴ്സ് വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഉർവശിയും പാർവതിയും ഇമോഷൻ പരമാവധി എല്ലാ മനുഷ്യർക്കും നന്മയുണ്ട്. മൊത്തം ഗ്രേ ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്. വളരെ ഒരുപാട് കണ്ടന്റ് നല്ല ഡെപ്തുള്ള കണ്ടന്റാണ്. കണ്ടന്റ് വളരെ വാല്യുബിൾ ഡെപ്തുള്ള കണ്ടന്റാണ്. ഒരു പുതിയ കഥാരീതിയും പല രീതിയിലാണ്. പല ലേയേഴ്സ് ഉണ്ടല്ലോ ഓരോ വ്യക്തികൾ. അത് വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. സ്ലോ എന്ന് അങ്ങനെയല്ലേ പോകത്തുള്ളൂ. എൻ്റെ നമ്മുടെ എല്ലാവരും ജീവിതം അങ്ങനെയാണ്. സ്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. സ്ലോ അല്ല, വളരെ വർത്ത് വാച്ചിയാണ്. കണ്ടന്റ് നല്ല പടം. നല്ല പടം, ഉഗ്രം പടം. സൂപ്പർ അടിപൊളി അടിപൊളി പടം. ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. അതെ പാർവതി സൂപ്പറല്ലേ, പറയാനുണ്ടോ? സൂപ്പർ, അതൊക്കെ അടിപൊളി. പടം നല്ല പടമാണ്. സ്ത്രീ കഥാപാത്രങ്ങളുടെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ലാത്ത ഒരു തരം ഒരു നല്ല ഫിലിമാണ് ഈ അടുത്ത കാലത്ത് കണ്ടിരിക്കുന്നതിൽ. നല്ല പടം, തീർച്ചയായിട്ടും ഹൃദയസ്പർശിയാണ്. നല്ല പച്ചയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല ത്രില്ലിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിലെ ത്രില്ലിംഗ് ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ പടം ഒരു പഴയ കാല സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നല്ലപോലെ ഡെപ്തുള്ളൊരു പടം ആണ്. എന്താണ് ഉർവശിയും പാർവതിയായിട്ടുള്ള കോമ്പിനേഷൻ നല്ലപോലെ അത് വർക്കൗട്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും വർക്കൗട്ടായിട്ടുണ്ട്. ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോഴുള്ള തീർച്ചയായിട്ടും ഇത്ര കാലത്തായാലും തിളങ്ങി തന്നെ നിൽക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഉള്ളൊഴുക്ക്. ഇത് ചെയ്തത് ക്രിസ്റ്റോ ടോമി. അതിനുള്ള ധൈര്യം അയാൾ കാണിച്ചു. അവർ പാർവതി തിരുവോത്തിൻ്റെ എനിക്ക് രണ്ടാം വരവ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ നാൾ ഗ്യാപ്പായാലും അവർ മലയാളത്തിൽ ചെയ്തിട്ട്. എന്ന് വെച്ച് ഇനി രണ്ടാം വരവ് നല്ല ഉജ്ജ്വലമായിട്ട് തന്നെ ആയിരിക്കും. പിന്നെ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അതായത് ഒരു സ്ത്രീ എന്താണ്, അല്ലെങ്കിൽ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നത്, അത് പുതിയത് പഴയതൊന്നുമില്ല, പണ്ട് കാലം തൊട്ടേ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കഥാകൃത്ത്, അതായത് എഴുതിയിരിക്കുന്നത് ക്രിസ്റ്റോ ടോമി തന്നെയാണ്. അദ്ദേഹം അത് മനോഹരമായിട്ട്, അതിമനോഹരമായിട്ട്, ഡീപ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണുന്ന പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം സ്ത്രീകളുടെ ഉള്ളൊഴുക്ക്, ആ പടം പേര് അന്വർത്ഥമാക്കുന്ന തരത്തിൽ ആ ഉള്ളൊഴുക്കുകളാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു ഫാമിലിയിൽ ഇങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ. ശരിക്കും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ ദുസ്വപ്നങ്ങളിൽ മാത്രം ഇങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിലെന്ന്. പക്ഷേ ആ അക്സെപ്റ്റൻസോടുകൂടി ക്ലൈമാക്സ് ഒക്കെ ഗംഭീരം, ഒരു രക്ഷയില്ല. അത്രയും ലെയേഴ്സ് ഓഫ് ഇമോഷൻസ് ആണ് ഇതിനകത്ത് റെൻഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ശക്തമായ ഒരു ഫ്രിക്ഷൻ നമ്മുടെ ഹൃദയത്തിന് അനുഭവപ്പെടും. നമ്മൾ കരയത്തില്ല, പക്ഷേ കരയുന്ന തുമ്പിൽ കൊണ്ടെത്തിക്കും.